പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 30 ഫീസ്റ്റ് ഓഫ് സെന്റ് ജെറോം. ഇന്നു മുതൽ ഫീസ്റ്റുകളുടെ ഘോഷയാത്രയാണ്. നാളെ ഫീസ്റ്റ് ഓഫ് സെന്റ് തെരേസ്. വളരെ പ്രധാനമർഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചതെന്നും ഒരുപാട് പേരുടെ ഫീഡ്ബാക്ക്, വിശുദ്ധ കുർബാനയുടെ അനുഭവം എല്ലാം കിട്ടി. അതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കര സമാധാനവും സന്തോഷമായി. എന്നിരുന്നാലും ഈ ഫീഡ്ബാക്കുകൾ അനുസരിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തത പല കാര്യങ്ങൾക്കും കിട്ടാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മുഷിയരുത്. നിങ്ങളത് തീർച്ചയായിട്ടും നമ്മുടെ വിശുദ്ധ കുർബാന അനുഭവത്തിന്, ദൈവനീതിയുടെ അനുഭവത്തിനും വളരെ ഉപകാരപ്രദമാകും എന്ന് നിങ്ങൾ വിനീതമായി ഉൾക്കൊള്ളണം. കാരണം ഇനി തുടർന്നുള്ള നമ്മുടെ ഈ പഠനത്തിൽ കുർബാനയെക്കുറിച്ച് അങ്ങ് ചുമ്മാ തിയററ്റിക്കലായിട്ട് പഠിച്ചു നീങ്ങിയാൽ പോരാ. അത് പഠിക്കുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും അത് വളരെയധികം മാറ്റം ഉണ്ടാക്കും എന്നത് വളരെ പ്രധാന ഒരു ഘടകമാണ്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ ഇന്ന് വീണ്ടും ഇത് പഠിക്കണം. പ്രവചനത്തിനായിട്ട് കാതോർക്കുക. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പ്രവചനത്തിനായിട്ട് ഞങ്ങൾ ദാഹിക്കുന്നു. എന്റെ വാത്സല്യ ഭാചരങ്ങളെ, നിങ്ങളുടെ വിശ്വാസം ഞാൻ വർദ്ധിപ്പിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം ഞാൻ വർദ്ധിപ്പിക്കുന്നു. എന്റെ നീതിയിലുള്ള വിശ്വാസം, എന്റെ വിമോചനാത്മകമായ പരിഹാര ബലി, അതിൻ്റെ ആന്തരിക രഹസ്യങ്ങളെ മനസ്സിലാക്കുന്നതിനുള്ള വിശ്വാസവും ഞാൻ വർദ്ധിപ്പിക്കുന്നു. ഞാൻ തന്നെ പാപപരിഹാരവും പാപപരിഹാരകനുമാണ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ പാപം കടും ചുമപ്പാണെങ്കിലും ഞാൻ അവയെല്ലാം തൂവെള്ള പോലെ ആക്കും എന്ന പ്രവചനം എന്റെ പരിഹാര ബലിയിലും ഞാൻ തന്നെയാകുന്ന പാപപരിഹാരത്തിലൂടെയും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ആ വിശ്വാസത്തിൽ നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടാകണം. ഞാൻ പാപപരിഹാരകനും പാപപരിഹാരവുമാണ്. എന്നിലൂടെ മനുഷ്യവംശത്തിൽ ഉണ്ടായതും ഉണ്ടാകാനിരിക്കുന്നതുമായ സകല പാപങ്ങൾക്കും പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിന്റെ ചെമ്പരിയാട്ടിൻകുട്ടിയാകുന്നു. ഇനി വരാനിരിക്കുന്നവരുടെ പാപങ്ങളും കൂടി ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഭൂമിയിൽ വരാനിരിക്കുന്ന മനുഷ്യവംശത്തിന്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ ഞാൻ വീണ്ടും വരണമോ? വേണ്ട. എന്റെ ഒരു പാപപരിഹാര ബലിയിലൂടെ പ്രപഞ്ചം മുഴുവനുമുള്ള സകല പാപവും, അതിൻ്റെ ശിക്ഷയും അതിൻ്റെ ശാപവും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുവിൻ. ഇതിൽ നിങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയും നിങ്ങളുടെ അമ്മായിയമ്മയും അമ്മായിയപ്പനും മരുമകളും മരുമകനും നിങ്ങളുടെ ബന്ധുക്കാരും അയൽവാസികളും നിങ്ങളോട് ശത്രുത പുലർത്തുന്നവരെല്ലാം എൻ്റെ ശരീരത്തിൽ ഒന്നുപോലെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുവിൻ. നിങ്ങളുടെ ശത്രുക്കളും
നിങ്ങളോട് വിരോധം കാണിക്കുന്ന നിങ്ങളുടെ ബന്ധുക്കളും എൻ്റെ ശരീരത്തിൽ, ഒരു ശരീരത്തിൽ തന്നെ ഞാൻ സ്വീകരിച്ചുകൊണ്ട് ഇരുകൂട്ടരെയും എൻ്റെ ശരീരത്തിൽ ഞാൻ ഒന്നാക്കിക്കൊണ്ട് ഇരുകൂട്ടരെയും രമ്യപ്പെടുത്തിയിരിക്കുന്നു, സമാധാനം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുവിൻ. പ്രവൃത്തി കൂടാതെ പാപിയെ നീതീകരിക്കുന്നവരിലുള്ള വിശ്വാസം അബ്രാഹത്തിന് നീതിയായി പരിഗണിച്ചു. മനുഷ്യന്റെ പ്രവൃത്തിയിലൂടെയല്ല, എൻ്റെ കൃപയിലൂടെയാണ് നീതീകരണം നടക്കുന്നതെന്ന് വീണ്ടും വിശ്വസിക്കുവിൻ. ആ വിശ്വാസത്തിൽ നിങ്ങൾ വളരുവിൻ. ആ വിശ്വാസത്തെ നിങ്ങൾ മുറുക്കെ പിടിക്കുവിൻ. ഈ വിശ്വാസം ഇതാ വളരട്ടെ, ഇത് നിങ്ങളിൽ വീണ്ടും വളരട്ടെ. ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് ഈ കൃപ നൽകുന്നു. പ്രവൃത്തി കൂടാതെ പാപികളെ വിശ്വസിക്കുന്നവരിലുള്ള വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു എന്ന വിശ്വാസം നിങ്ങളിൽ വളരട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഈ പ്രവചനത്തിൻ്റെ സ്ഥിരീകരണത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാഴ്ചയായിട്ട് ശക്തമായ നടുവേദനയുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. നമ്പർ 1. രണ്ടാമത്, ഉള്ളങ്കാലിലും ഉപ്പൂറ്റിയിലും വേദനയുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. മൂന്നാമതായിട്ട്, ശക്തമായ തലവേദന, തല വെട്ടിപ്പൊളിയുന്ന മാതിരിയുള്ള വേദന ഉള്ള ഒരാളെ സുഖപ്പെടുത്തുന്നു. 3 സൗഖ്യങ്ങൾ. 1, 3 ആഴ്ചയായിട്ട് നടുവേദന. 2, ഉള്ളങ്കാലിലും ഉപ്പൂറ്റിയിലും വേദന. 3, തല വെട്ടിപ്പൊളിയുന്ന മാതിരിയുള്ള തലവേദന സുഖപ്പെടുത്തുന്നു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 1138 എങ്കിലും പെസഹ രഹസ്യത്തിൻ്റെ കൗദാശിക ആഘോഷത്തെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതോടൊപ്പം മറ്റൊന്ന് 2 കാര്യങ്ങൾ കൂടി ചേർത്ത് നമ്മൾ പഠിക്കാൻ പോവുകയാണിപ്പോൾ. നമ്മൾ ഇതിൽ പ്രധാനമായി ഈ ഞാൻ ശ്രവിച്ച പങ്കുവയ്ക്കലുകളിലെല്ലാം നമ്മുടെ വിശുദ്ധ കുർബാന അനുഭവത്തിൽ കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. അങ്ങനെ ഈ സഭയുടെ ആരാധന ആഘോഷത്തിൽ ആദ്യത്തെ ഭാഗം ആരാഘോഷിക്കുന്നു. ഇത് റിപ്പീറ്റേഷനാണ്. പക്ഷെ ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ ഇതാരുടെയും കുറ്റമല്ല. നമ്മളുടെ അകത്ത് വേറെ കുറേ സിദ്ധാന്തങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അതെല്ലാം മാറണം. നമ്മൾ ഈ സഭയുടെ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. ഞാനത് ഉൾക്കൊണ്ട് പ്രാർത്ഥിച്ച് അതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് ഞാനിത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: ആരാധന സമ്പൂർണ്ണ ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ ഇത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണെങ്കിലും അത് വീണ്ടും ഒരിക്കൽ കൂടി നമ്മളൊന്ന് ഉൾക്കൊള്ളൂ. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. സമ്പൂർണ്ണ ക്രിസ്തു എന്നത് ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്താണ് സമ്പൂർണ്ണ ക്രിസ്തു? ആരാധന സമ്പൂർണ്ണ ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ്.
അതുകൂടാതെ ഇപ്പോൾ അത് ആഘോഷിക്കുന്നവർ സ്വർഗീയ ആരാധനയിലാണ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ആരാധന സമ്പൂർണ്ണ ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ്. രണ്ടാമത് സ്വർഗീയ ആരാധനയിലാണ് ആഘോഷിക്കുന്നവർ. അവിടെ ആഘോഷം പൂർണ്ണമായും സംസർഗവും ഉത്സവവുമാണ്. ഉത്സവം, മഹോത്സവം. അപ്പൊ ഇവിടെ ഈ സമ്പൂർണ്ണ ക്രിസ്തു എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി എന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചോളൂ. എങ്കിലും ഒന്നുകൂടി അതിനെക്കുറിച്ച് ചിന്തിച്ചോ. എന്ത് മനസ്സിലായി? അപ്പോൾ 795 പറയുകയാണ്, സമ്പൂർണ്ണ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാകുന്ന ശിരസും സഭയാകുന്ന തൻ്റെ ശരീരവും ഒരുമിക്കുമ്പോഴാണ് സമ്പൂർണ്ണ ക്രിസ്തു ആകുന്നത്. ക്രിസ്തുവും സഭയും. അപ്പോൾ ഇവിടെ സഭ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളെല്ലാവരുമാണ്. ക്രിസ്തുവും സഭയും ഒന്നിച്ച് സമ്പൂർണ്ണ ക്രിസ്തു ആയിത്തീരുന്നു. സഭ ക്രിസ്തുവിനോട് ഏകീഭവിച്ചിരിക്കുന്നു. ഈ ഐക്യത്തിനെ പറ്റിയുള്ള തീവ്രമായ അവബോധം വിശുദ്ധന്മാർക്കുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ സഭ എന്ന് പറയുമ്പോൾ വിജയസഭ, സഹനസഭ, സമരസഭ, പുണ്യവാന്മാരായിട്ട് മഹത്വീകരിക്കപ്പെട്ടവരും ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവരും അഥവാ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നവരും അതോടൊപ്പം ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന നമ്മളെല്ലാവരും. ഇതാണ് പ്രധാന ഒരു ഘടകം നമ്മുടെ അനുഭവത്തിനായിട്ട്. വിശുദ്ധ കുർബാന വൈദികനാണ് അർപ്പിക്കുന്നത്, ക്രിസ്തുവാണ് അർപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ക്രിസ്തു, സമ്പൂർണ്ണ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ, ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം മുതൽ തന്നെ സകല മനുഷ്യരും തന്റെ ശരീരത്തിലുണ്ട് എന്നതും, ക്രിസ്തുവിലൂടെ ക്രിസ്തു സഭയുടെ ശിരസ്സായതുകൊണ്ട് നമ്മളാകുന്ന ക്രിസ്തുവിന്റെ ശരീരവും കൂടി ഉൾപ്പെടുമ്പോഴാണ് സമ്പൂർണ്ണ ക്രിസ്തു ആകുന്നത്. ആ നമ്മളാകുന്ന സഭ എന്നത് നമ്മൾ ഇന്ന് കാണുന്ന പള്ളിയോ പട്ടക്കാരനോ പള്ളി സ്കൂളുകളോ മാർപ്പാപ്പയുടെ അരമനയോ ഇതൊന്നുമല്ല. മറിച്ച് വിശുദ്ധരായി ജീവിച്ച് രക്തസാക്ഷികളായിട്ടുള്ള മഹത്വീകരിക്കപ്പെട്ടവരും വിശുദ്ധീകരണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന സഹനസഭയും, അതായത് വിശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളും, തീർത്ഥാടക സഭയായ നമ്മളും, ആ നമ്മളെല്ലാവരും ഈശോയും ഒരുമിച്ചാണ് ബലിയർപ്പിക്കുന്നത്. ഇത് മനസ്സിലായോ? ഇനി അവിടെ ആ നമ്മൾ ഒരുമിച്ചാണ് ബലിയർപ്പിക്കുന്നതിൽ, അതായത് ക്രിസ്തു ആകുന്ന ശിരസും നമ്മൾ ആകുന്ന ശരീരവും കൂടി സമ്പൂർണ്ണ ക്രിസ്തു, അതാണ് സമ്പൂർണ്ണ ക്രിസ്തു ആണ് ബലിയർപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ബലിയർപ്പിക്കാൻ വരുമ്പോ നമ്മൾ അവിടെ എന്തോ ഒരു നാടകം നടക്കണമാതിരി അല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ കുർബാന കാണാൻ പോകുന്നു എന്നല്ല മനസ്സിലാക്കേണ്ടത്. നമ്മളും ദൈവപുത്രനും മനുഷ്യപുത്രനുമായ ക്രിസ്തുവും കൂടി ഒരുമിച്ചാണ് ഈ സ്തോത്രയാഗം അർപ്പിക്കുന്നത്. ഇനി അതിൽ തന്നെ രണ്ട് കാര്യം എന്താണ് ഇവിടെ പറയാണ്? 1937 വധിക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട് ക്രൂശിക്കപ്പെടുകയും ഉത്ഥിതനാകുകയും ചെയ്ത ക്രിസ്തു. അപ്പൊ ഈ കുഞ്ഞാടിന്റെ ഈ അർപ്പണം സ്വർഗീയ ആരാധനയാണ്. സ്വർഗത്തിൽ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ക്രൂശിക്കപ്പെടുകയും
ഉത്ഥിതനാവുകയും ചെയ്ത കുഞ്ഞാട് വിശുദ്ധ സ്ഥലത്തെ ഏക പ്രധാന പുരോഹിതൻ. കണ്ടോ, ഇനിയാണ് രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം. ഈ ഏക പ്രധാന പുരോഹിതൻ സമർപ്പിക്കുകയും സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ ക്രിസ്തു സഭയും കൂടി ഒരുമിച്ച് തൻ്റെ ശരീരം കുഞ്ഞാടിനെ പോലെ ബലിയായി സമർപ്പിക്കുമ്പോൾ നമ്മൾ എവിടെയാണ്? നമ്മൾ ഒരു വശത്ത് ക്രിസ്തുവിൽ തന്നെ ഉണ്ട്, ഒരു പുരോഹിതനായിട്ട്. നമ്മളും ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഭാഗമാണ്. മനസ്സിലായോ? നമ്മൾ രാജകീയ പുരോഹിതരാണ്. രണ്ടാമത്, നമ്മളും ബലി വസ്തുവായി മാറിയിരിക്കുന്നു. ക്രിസ്തു ബലി അർപ്പകനും അതേ സമയത്ത് ബലി വസ്തുവുമാണ്. പാപപരിഹാരകനും ഇന്നത്തെ പ്രവചനത്തിൽ പ്രത്യേകം നമ്മൾ കേട്ടുന്നത് അത് ഗാഡ് ഓഫറിംഗ് ഗാഡ് ടു ഗാഡ്. അതായത് ക്രിസ്തു പാപപരിഹാരകനും പാപപരിഹാരവുമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളും കൂടി ചേർന്ന് നമ്മളുടെ ജീവിതം. അപ്പൊ ഇവിടെയാണ് 1368 കുർബാന സഭയുടെ കൂടെ ബലിയാണ്. കണ്ടോ, ഇപ്പൊ 1336 പറഞ്ഞ സമ്പൂർണ്ണ ക്രിസ്തു എന്ന് പറയുന്നത് ഇവിടെ തന്നെ വന്നില്ല. വീണ്ടും കുർബാന സഭയുടെ കൂടെ ബലിയാണ്. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ തന്റെ ശിരസിന്റെ സമർപ്പണത്തിൽ ഭാഗമാക്കാവുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, സമ്പൂർണ്ണ ക്രിസ്തു. അപ്പൊ നമ്മളും കൂടി ചേർന്നിട്ടാണ് ഈ ബലിയർപ്പണം നടക്കുന്നത്. അവിടത്തോട് കൂടെ അവൾ എന്ന് പറഞ്ഞാൽ സഭ മുഴുവനായി സമർപ്പിക്കപ്പെടുന്നു. എല്ലാ മനുഷ്യർക്കും വേണ്ടി പിതാവിന്റെ മുൻപാകെ അവിടെ നിന്ന് വഹിക്കുന്ന ഈ മാധ്യസ്ഥത്തോട് സഭ തന്നെ ചേർക്കുന്നു. അപ്പൊ ആ മാധ്യസ്ഥത്തിൽ സഭ എവിടെയാണ്? സഭ ക്രിസ്തുവിന്റെ ശരീരത്തിലുണ്ട്. മനുഷ്യാവതാരത്തിലൂടെ സകല മനുഷ്യരും ക്രിസ്തുവിന്റെ ശരീരത്തിലുണ്ട്. ക്രിസ്തു കുരിശിൽ തന്റെ ശരീരം ഉയർത്തിയപ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിലുണ്ട്. നമ്മൾ പാപികളാണ്. നാം പാപികളായിരിക്കെ ക്രിസ്തു നമ്മളെ തന്റെ ശരീരത്തിൽ സ്വീകരിച്ചിരിക്കുന്നു. ഇനി കുർബാനയിൽ ക്രിസ്തുവിന്റെ ബലി വളരെ പ്രധാന പോയിന്റാണിത്. ഇത് തോമസ് പോൾ പറഞ്ഞെന്ന് പറയരുത്. 1368 കാറ്റഗിസത്തിൽ പഠിപ്പിക്കുന്നു കത്തോലിക്ക സഭ. എന്താണ്? കുർബാനയിൽ ക്രിസ്തുവിന്റെ ബലി അവിടുത്തെ ശരീരത്തിന്റെ, അതായത് നമ്മളുടെ അവയവങ്ങളുടെയും ബലിയായിത്തീരുന്നു. ഇനിയാണ് വളരെ പ്രാക്ടിക്കൽ. വിശ്വാസികളുടെ ജീവിതം, അവരുടെ സ്തുതിയും അവരുടെ സഹനവും. അപ്പൊ ഈ സഹനം എന്നൊറ്റ ചെറിയ വാക്കുള്ളൂ. ഇപ്പൊ നമ്മളെ വഞ്ചിച്ചു, ഭർത്താവ് വഞ്ചിച്ചു, ഭാര്യ വഞ്ചിച്ചു, നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അയൽക്കാരൻ വഞ്ചിച്ചു, അമ്മായിയമ്മയും മരുമകളും, അമ്മായിയപ്പനും മരുമക്കളും, അല്ലെങ്കിൽ സഹോദരന്മാർ തമ്മിൽ വസ്തുവിനെ ചൊല്ലി തർക്കം, അപ്പൻ മരിച്ചു, ഭാഗം വച്ചിട്ട് ആരും സ്വീകരിക്കുന്നില്ല, വലിയ പ്രശ്നം കുടുംബത്തിൽ. ഇതെല്ലാം ആര് പരിഹരിക്കും? ഇതിനെല്ലാം എന്താണ് പരിഹാരം? അങ്ങനെ മക്കൾ തമ്മിൽ തർക്കമായിട്ട് വസ്തു അവിടെ കിടക്കണം, ആർക്കും കിട്ടാത്ത രീതിയിൽ. അല്ലെങ്കിൽ വസ്തു ബാധിച്ചപ്പോ അതിർത്തിയിൽ ഒരു ആഞ്ഞിലി തടി, ആ ആഞ്ഞിലി മരം എൻ്റെ ആണെന്ന് ഒരാൾ, ഇല്ല മറ്റൊരാളുടെ ആണെന്ന് വേറൊരാൾ, അതിനെ തള്ളി തർക്കത്തിൽ ഇതാ
അവർ തമ്മിൽ വെട്ടുകേസായി. ഇതാണ് വിശ്വാസികളുടെ അവസ്ഥ. ഈ അവസ്ഥയെ എവിടെ കൊണ്ടുചെല്ലണം? ഏത് കോടതിയിൽ കൊണ്ടുചെല്ലണം? ഈ അവസ്ഥയെ കർത്താവിൻ്റെ ബലിയോട് ചേർക്കണം. കേട്ടോ, നമ്മൾക്ക് ഒരുപാട് പ്രാർത്ഥനാ റിക്വസ്റ്റുകളുണ്ട്. എല്ലായിടത്തുമുള്ള പ്രാർത്ഥന ഇതാണ്. ഞാൻ വലിയ ആഗ്രഹത്തോടെ മക്കളെ കല്യാണം കഴിപ്പിച്ചു, ഇപ്പം മക്കൾക്ക് എന്നെ വേണ്ട, മാതാപിതാക്കൾ പറയണം. കെട്ടിവന്ന പെണ്ണും അവനും കൂടിയതേ പോയി വീട്ടു മാറി താമസിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ സകല സമ്പത്തും വെച്ച് അവനെ പഠിപ്പിച്ച് വലുതാക്കി അവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ പെണ്ണും ആയിട്ട് അവൻ പോയി. ഞങ്ങളുടെ ചെലവിന് പോലും പൈസ തരുന്നില്ല. ഇതാണ് ഈ കാലഘട്ടത്തിൻ്റെ അവസ്ഥ. ഇതാരോട് പറയണം? ഇതിനെന്താ പരിഹാരം? ഞാൻ ശരിക്കും നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ പ്രാക്ടിക്കൽ അവസ്ഥയിൽ വരികയാണ്. ഇതിന് പരിഹാരം കർത്താവ് ഈശോ മിശിഹായുടെ ബലിയാണ്. അതുകൊണ്ട് ഇത് അവരുടെ സ്തുതിയും, അതായത് വിശ്വാസികളുടെ, കേട്ടോ, 1368 സെന്റൻസാണ് വായിക്കുന്നത്. വിശ്വാസികളുടെ ജീവിതം ഇതൊക്കെ ജീവിതം എന്ന് പറയും. അവരുടെ സ്തുതിയും അവരുടെ സഹനവും അവരുടെ പ്രാർത്ഥനയും അവരുടെ അധ്വാനവും. ഒരമ്മ 10 മക്കളെ പെറ്റു. ആ 10 മക്കളെ വളർത്തിയെടുക്കാൻ അമ്മ അധ്വാനിച്ച അധ്വാനം ഇതെവിടെയാ? ഇതല്ലേ ഏറ്റവും വലിയ ബലി. എന്നുപോലെ മാതാപിതാക്കളുടെ അധ്വാനം. എന്നാൽ ഇന്ന് അവരെല്ലാം 10 മക്കളും വളർന്ന് ലോകം മുഴുവനിലും പന്തലിച്ചു. ഈ അപ്പനും അമ്മയും ഇപ്പൊ വീട്ടിൽ ഒറ്റയ്ക്ക്. ആരെതിന് സമാധാനം പറയും? ആർക്കും നോക്കാൻ താല്പര്യമില്ല. എല്ലാം ക്രിസ്തുവിൻ്റെതിനോട് അവിടുത്തെ സമഗ്ര സമർപ്പണത്തോട് ചേർക്കപ്പെടുന്നു. സ്നേഹമുള്ളവരെ, ഞാൻ ഈ പറയണതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഈ വൈരുദ്ധ്യങ്ങളെ നിങ്ങൾ തലയിൽ ചുമന്നുകൊണ്ട് വയ്ക്കാതെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. എൻ്റെ ബലിയിലൂടെ എൻ്റെ നുകം നിങ്ങൾ വഹിക്കുവിൻ. ഒരുപക്ഷെ അതിഭയാനകമായ പാപബന്ധനങ്ങൾ ഉണ്ടാകാം. അതെല്ലാം യേശു ക്രിസ്തു ഏറ്റെടുത്തിരിക്കുന്നു. സമഗ്ര സമർപ്പണത്തോട് ചേർക്കുവിൻ. അങ്ങനെ അവ പുതിയ മൂല്യം കൈവരിക്കുന്നു. ഇത് കണ്ടോ, ഈ വരി ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ അതിന് പുതിയ മൂല്യം കൈവരിക്കുന്നു. ആ കറുത്ത അവസ്ഥ, ആ കറുത്ത കുരിശ് ഇപ്പോ മഹത്വീകരിക്കപ്പെട്ട സ്വർണ്ണ കുരിശായി മാറിയിരിക്കുന്നു. നമ്മൾ പള്ളിയിൽ പൊന്നും കുരിശ് വാടകയ്ക്കെടുത്ത് കൊണ്ടുവരുമ്പോൾ, പൊന്നും കുരിശും വെച്ചുകൊണ്ടുള്ള പ്രദർശനം നടത്തുമ്പോൾ സത്യം മനസ്സിലാക്കണം, നമ്മുടെ എല്ലാ കുരിശുകളും പൊന്നും കുരിശാക്കി മാറ്റിയിരിക്കുന്നു. അങ്ങനെ അവ പുതിയ മൂല്യം കൈവരിക്കുന്നു. അൾത്താരയിൽ സന്നിഹിതമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ബലി, ശ്രദ്ധിക്കണേ, ക്രിസ്തുവിൻ്റെ ബലി എല്ലാ തലമുറകൾക്കും ക്രിസ്തുവിൻ്റെ സമർപ്പണത്തോട് തങ്ങളെ തന്നെ ചേർക്കാൻ സാധ്യത നൽകുന്നു. തലമുറകൾ, എല്ലാ തലമുറകളും. ഇനി നമ്മളുടെ ഉള്ളിൽ ചില തെറ്റിദ്ധാരണകളുണ്ട്. ഇന്നിന്ന പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല, ഇത് ഭയാനകമായ പാപമാണ്. ഇതാ 982, എല്ലാവരും ശ്രദ്ധയോടെ വായിക്കണം. 982 കർത്താവ് സഭയ്ക്ക്
താക്കോൽ നൽകിയിരിക്കുകയാണ്. താക്കോലുകളുടെ അധികാരം എന്ന് പറഞ്ഞ ഭാഗത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. 982. എത്ര ഗൗരവമുള്ള പാപമായാൽ പോലും, കേട്ടോ, എത്ര ഗൗരവമുള്ള പാപമായാൽ പോലും സഭയ്ക്ക് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു തെറ്റുമില്ല. അതാണ്, സഭയ്ക്ക് സകല അധികാരവും തന്നിരിക്കുന്നു. എത്ര ഗൗരവമുള്ള പാപമായാൽ പോലും സഭയ്ക്ക് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു തെറ്റുമില്ല. ഒരുവൻ എത്ര ദുഷ്ടനും കുറ്റക്കാരനുമായിരുന്നാലും അവൻ്റെ മനസ്താപം ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ആത്മധൈര്യത്തോടെ പൊറുതി പ്രതീക്ഷിക്കാൻ കഴിയും. 527 റോമൻ കാറ്റക്കിസത്തിലാണ്. ഒരുവൻ എത്ര ദുഷ്ടനും കുറ്റക്കാരനും ആയിരുന്നാലും അവൻ്റെ മനസ്താപം ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ആത്മധൈര്യത്തോടെ പൊറുതി പ്രതീക്ഷിക്കാൻ കഴിയും. പാപത്തിൽ നിന്നും തിരിച്ചു വരുന്ന ഏതൊരുവൻ്റെയും മുമ്പിൽ തൻ്റെ സഭയിലെ പാപമോചനത്തിൻ്റെ കവാടങ്ങൾ എപ്പോഴും തുറന്നു കിടക്കുന്നുവെന്ന് എല്ലാ മനുഷ്യർക്കും വേണ്ടി മരിച്ച ക്രിസ്തു ആഗ്രഹിക്കുന്നു. എല്ലാ മനുഷ്യർക്കും വേണ്ടി മരിച്ച ക്രിസ്തു ആഗ്രഹിക്കുന്നു. നമ്മുടെ കുർബാന പുസ്തകത്തിൽ വ്യാഖ്യാന ഗീതത്തിൽ, കുർബാന പുസ്തകത്തിൽ രാസക്രമം 36-37 പേജുകളിൽ പരിശോധിപ്പിൻ വേഗം സുവിശേഷത്തിൻ ദിവ്യപ്രഭയിൽ നിങ്ങൾ ശുചിയാക്കിയിടിൻ ഭൗതിക ചിന്താ സരണികളെല്ലാം. അടുത്തത്, നാഥൻ സദയം നൽകി സൗഭാഗ്യത്തിൻ നിക്ഷേപങ്ങൾ മഞ്ഞിൽ പാപികൾ വരുവിൻ കടബാധ്യതകൾ നീക്കുക നിങ്ങൾ. ഇതിൻ്റെ ഗദ്യഭാഗം 37-ാമത്തെ പേജ്. യാചിക്കുന്നവരുടെ മുമ്പാകെ സൗഭാഗ്യദായകമായ ഭണ്ഡാകാരം തുറന്നു വെച്ചുകൊണ്ട് കർത്താവ് അരുൾ ചെയ്തു, പാപികളെ നിങ്ങൾ വരുവിൻ, നിങ്ങളുടെ കടപ്പത്രം തിരികെ വാങ്ങിക്കൊള്ളുവിൻ. അതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളണം ബലിയർപ്പണത്തിൽ. ഈ ബലിയർപ്പണത്തിലൂടെ നമ്മളുടെ കടപ്പത്രം തിരികെ കൊടുത്തു, നമ്മളുടെ കംപ്ലീറ്റ് കടവും വീടി എന്ന് വിശ്വസിക്കുന്നുവോ? ഇനി ആ വിശ്വാസത്തിന് വേണ്ടതായ മറ്റൊരു ഘടകമാണ് ഇന്നത്തെ പ്രവചനത്തിൽ അതിൻ്റെ സൂചന ഉണ്ടായെന്ന് തോന്നുന്നു. അതായത് അബ്രാഹത്തിൻ്റെ വിശ്വാസം എന്തായിരുന്നു? അബ്രാഹം വിശ്വസിച്ചത്, അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. റോമർ 4:3 വിശുദ്ധ ലിഖിതം പറയുന്നത് എന്താണ്? അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. ജോലി ചെയ്യുന്നവന്റെ കൂലി കണക്കാക്കപ്പെടുന്നത് ദാനമായിട്ടല്ല, അവകാശമായിട്ടാണ്. പ്രവൃത്തികൾ കൂടാതെ തന്നെ, ശ്രദ്ധിക്കണം, പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു. ഇന്നലത്തെ ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോൾ എന്നോടൊരു സഹോദരി ഇതിനകത്ത് നമ്മുടെ പുതിയതായിട്ടുള്ളൊരു ചോദിച്ചു, ബ്രദറെ എന്താണ് ഈ ദൈവനീതി? അപ്പോൾ അത് വളരെ വിശാലമായ ഒരു പഠനമാണ്. കാറ്റക്കിസത്തിൽ 1990 മുതൽ 94 വരെയുള്ള ഭാഗങ്ങളിൽ ദൈവനീതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ മുഴുവനും 10-ാം അധ്യായം വരെ ദൈവനീതിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും ഇത് മനസ്സിലാക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക.
വിശുദ്ധ കുർബാനയിലും സങ്കീർത്തനങ്ങളിലുമാണ് ദൈവനീതി വളരെ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ, പാപികളെ വരെയും. കണ്ടോ, അത് നമ്മൾ പാടുന്നില്ല. അത് നിങ്ങൾ പള്ളിയിൽ പാടുന്നില്ലെങ്കിലും നിങ്ങൾ കുർബാന പുസ്തകത്തിൽ നോക്കി അത് നിങ്ങളുടെ ഹൃദയത്തിൽ അത് പാടൂ. ദൈവനീതി. അപ്പോൾ ഇവിടെ വീണ്ടും പറയാണ്, പ്രവൃത്തികൾ കൂടാതെ തന്നെ 4:5 പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു. നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവൻ വലിയ തെറ്റാണ് ചെയ്തത്, അവനെ ശിക്ഷിക്കണ്ടേ? പക്ഷെ ദൈവം പറയാണ്, ഇല്ല, അവൻ്റെ ശിക്ഷയും അവൻ്റെ പാപവും അവൻ്റെ ശാപവും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അതാണ് ദൈവനീതി. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നമ്മൾ നോക്കും, നമ്മുടെ മക്കൾ തിന്മ ചെയ്തു, അമ്മായിയമ്മ തിന്മ ചെയ്തു, മരുമോള് തിന്മ ചെയ്തു, ഭാര്യ തിന്മ ചെയ്തു, ഭർത്താവ് തിന്മ ചെയ്തു, അവന് ശരിക്ക് കിട്ടണം, അവന് അങ്ങനെ തന്നെ വേണം. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ നമ്മൾ ദൈവനീതിയിലല്ല, നമ്മൾ ക്രിസ്ത്യാനിയുമല്ല. ഈശോ ഒരു സ്ത്രീയെ കല്ലെറിയാൻ ആൾക്കാർ കൊണ്ടുവന്നപ്പോൾ പാപം ചെയ്തുകൊണ്ട് ഇരിക്കെ തെളിവോടെ കണ്ടുപിടിച്ചവർ, ഞങ്ങൾക്ക് തെളിവുണ്ട്, മോശയുടെ നിയമം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. അവർ ശരിക്കും വലിയ കല്ലെടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷേ ഈശോ പറയാണ്, കല്ലെറിഞ്ഞോളൂ, പക്ഷേ നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ആദ്യം കല്ലെറിയട്ടെ. അപ്പോ നോക്കുമ്പോൾ പാപമില്ലാത്തവരായിട്ട് ആരുമില്ല, ആകെ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും കയ്യിൽ നിന്ന് കല്ല് താഴെ വീണു, അവർ താനെ പിരിഞ്ഞു പോയി. കണ്ടോ, അതാണ് ദൈവനീതി. അങ്ങനെ മോശയുടെ നിയമപ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലേണ്ട അവളെ മോശയുടെ നിയമം അനുഷ്ഠിക്കുന്നത് ചെയ്യാൻ വേണ്ടി അയക്കപ്പെട്ട അവർക്ക് പോലും കല്ലെറിയാൻ പറ്റുന്നില്ല. അവർ തിരിച്ചു പോയി. മകളെ, ആരും നിന്നെ ശിക്ഷിച്ചില്ലേ? ഇല്ല കർത്താവേ, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല, സമാധാനമായി പോവുക. ഈ മനോഭാവം നമ്മളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരൂ. അതാണ് ദിവ്യബലി, അതാണ് കുർബാന, അതാണ് ദൈവനീതി. അപ്പോൾ ഇവിടെ വീണ്ടും റോമർ 4:6 പറയുകയാണ്, പ്രവൃത്തികൾ നോക്കാതെ തന്നെ നീതിമാനെന്ന് ദൈവം പരിഗണിക്കുന്നവന്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നു. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കണ്ടോ, കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. അപ്പോ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. കർത്താവ് ആരെയും ശിക്ഷിക്കുന്നില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലുമുള്ള സകല തിന്മകളും കർത്താവ് ഏറ്റെടുത്ത് നീതീകരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് വിശ്വാസ പ്രമാണത്തിന്റെ അവസാനത്തിൽ നമ്മൾ ആമേൻ പറയുന്നത്. എന്തിനാണ് ഈ വിശ്വാസ പ്രമാണത്തിന്റെ അവസാനത്തിൽ നമ്മൾ ആമേൻ പറയുന്നത്? കാറ്റഗിസത്തിൽ വിശ്വാസ പ്രമാണത്തിന്റെ അവസാനം പറയുകയാണ് 1065 നമ്പറിൽ, 1065 നമ്പർ, യേശു ക്രിസ്തു തന്നെയാണ്
ആമേൻ. പിതാവിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ സുനിശ്ചിതമായ ആമേൻ ആണ് അവിടുന്ന്. പിതാവിനോടുള്ള നമ്മുടെ ആമേൻ അവിടുന്ന് സ്വീകരിക്കുകയും പൂർണ്ണമാക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കണം, എന്തെന്നാൽ ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും, ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും, എന്തെന്നാൽ ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും അവനിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയുമാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. അതിൻ്റെ അവസാനം ഇങ്ങനെയാണ്: ദൈവമേ സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവിലുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും ആമേൻ. സ്നേഹമുള്ളവരെ, വിശ്വസിക്കുക. എന്തെന്നാൽ ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും അവനിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. നമുക്ക് ഇവിടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ ഇനി നമ്മൾ ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരില്ല. നാളെ മുതൽ നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ നമ്മളുടെ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ വീണ്ടും വേണമെങ്കിൽ കേട്ടോളൂ. ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒന്നുകൂടി നിങ്ങൾ കേട്ട് നിങ്ങൾ ഇതിൻ്റെ പൂർണ്ണ അനുഭവത്തിലേക്ക് വരണം. നമ്മളുടെ എല്ലാ കംപ്ലൈൻറ്റുകളും, നമ്മളെ സ്വന്തം പാപത്തെക്കുറിച്ചുള്ളതും നമ്മുടെ വീട്ടുകാരുടെയും എല്ലാവരുടെയും പാപം യേശുക്രിസ്തു ഏറ്റെടുത്ത് അതിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞു. ആമേൻ. മരത്താലേ വന്ന പാപങ്ങൾ മരത്താലേ മാറ്റുവാനായി മരത്തിന്മേലാർദ്രനായി തൂങ്ങി മരിക്കുന്നു രക്ഷകൻ ഈശോ. ഇതെല്ലാം ഓർത്തുകൊണ്ട് നിങ്ങൾ ബലി അർപ്പിക്കണം. എന്നെല്ലാം ഞാൻ പറഞ്ഞാലും നിങ്ങൾ ആർക്കെങ്കിലും ഇതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കാതെ എന്നോട് ചോദിക്കുവിൻ. കാരണം ഇത് നമ്മൾ 1000 എപ്പിസോഡ് പഠിച്ച നമ്മൾ ഈ കുർബാന അനുഭവമായിട്ട് അർപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരർപ്പിക്കും? പറയും, പിന്നെ ആരർപ്പിക്കും? അങ്ങനെയുള്ളൊരു സമൂഹം നമ്മളത് ചെയ്യുമ്പോൾ സഭ മുഴുവനിലും അതിൻ്റെ ചലനം ഉണ്ടാകുന്നുള്ളതാണ്. ഞാൻ ഇൻസുലിൻ എടുക്കുമ്പോൾ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഒരു പോയിന്റിലാണ് കുത്തുന്നത്. എന്നാൽ 5 മിനിറ്റ് കൊണ്ട് അത് ശരീരം മുഴുവനും പ്രസരിക്കുന്ന പോലെ നമ്മൾ ഇത്രയും പേർ 1000 ദിവസമായിട്ട് വിശ്വാസത്തെക്കുറിച്ച് പഠിച്ചിട്ട് നമ്മൾ വിശുദ്ധ കുർബാന അനുഭവമായിട്ട് അർപ്പിക്കുമ്പോൾ അത് സഭ മുഴുവനിലും പ്രസരിച്ച് സഭ മുഴുവനിലും ഒരു പുതിയ ഉണർവുണ്ടാകും എന്നുള്ള വലിയ പ്രതീക്ഷയോടെയാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. ഉള്ളവരെ, അല്ലാതെ നമ്മൾ ഈ കുസ്തി പിടിച്ചതുകൊണ്ടൊരു കാര്യമില്ല. ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇതാണ് നമ്മൾക്ക് ചെയ്യാവുന്നത്. നമുക്ക് ഇന്ന് വിശുദ്ധ ജെറോം പിതാവിൻ്റെ തിരുനാളാണ്. നാളെ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ തിരുനാളാണ്. ഈ ജെറോം പിതാവിനോടാണ് കർത്താവ് ചോദിച്ചത്, ക്രിസ്മസ് ആയിട്ട് നീ എനിക്ക് എന്ത് സമ്മാനമാണ് തരുന്നത്? നീ എനിക്ക് എന്താണ് എനിക്ക് വേണ്ടി ഓഫർ ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, ഓരോന്നോരോന്ന് പറഞ്ഞു, അതൊക്കെ എൻ്റെ തന്നെയല്ലേ നീ തരുന്നത്? എൻ്റേതല്ലാത്തതായിട്ട് നിൻ്റെ അടുത്ത് എന്താ ഉള്ളത്? അപ്പോൾ ജെറോം പിതാവ് പറഞ്ഞു, എല്ലാം കർത്താവിൻ്റെതാണ് കർത്താവേ. അപ്പം കർത്താവ് പറഞ്ഞു, ഇല്ല, നിന്റെ പാപം,
നിന്റെ പാപങ്ങൾ എനിക്ക് തായോ. കണ്ടോ, നമ്മൾ സാധാരണ മറ്റുള്ളവർക്ക് സമ്മാനം കൊടുക്കുന്നത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാണ്, നമുക്ക് നല്ല കാര്യങ്ങൾ. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് നിന്റെ നല്ല കാര്യങ്ങളൊക്കെ ഞാൻ നിനക്ക് തന്നതാ, അതെനിക്ക് രണ്ടാമത് ഓഫർ ചെയ്യണതിൽ എന്താ കാര്യം? ഞാൻ തരാത്തതായിട്ട് നിനക്കുള്ളത് നിന്റെ പാപമാണ്, അതിനെ ഏറ്റെടുക്കാൻ വേണ്ടിയാ ഞാൻ വന്നത്. അപ്പോൾ ഒട്ടും ശങ്കിക്കാതെ നമ്മളതങ്ങ് ചെയ്യൂ. അങ്ങനെ നമ്മുടെയും നമ്മുടെ കൂടെ ഉള്ളവരുടെ എല്ലാ പാപങ്ങളെ നമ്മൾ കുറേ പേര് ഈ രഹസ്യം മനസ്സിലാക്കി ബലി അർപ്പിക്കുമ്പോൾ ഇത് മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി കൂടി നമ്മൾ അങ്ങ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത്. എല്ലാവർക്കും നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.